കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നാടൻ കറിയാണ്. എല്ലാവർക്കും അറിയുന്ന മത്തി മാങ്ങ ഇട്ട് വെക്കുന്ന കറിയാണ്. തേങ്ങയൊക്കെ അരച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ. ആദ്യം നമുക്ക് മത്തി ക്ലീൻ ചെയ്ത് എടുത്തു വെക്കണം. ഇനി അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ചേർക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ. എല്ലാവരും അഭിപ്രായം പറയണേ. ഒരു മാങ്ങയും ഒരു പഴുത്ത തക്കാളിയും കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. പിന്നെ മത്തി ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തു. വലിയ മത്തി ആയതുകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തു വെച്ചു കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒന്ന് പീസാക്കി എടുക്കാം. മാങ്ങയും പച്ചമുളകും പിന്നെ ചെറിയുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞു. ഇതെല്ലാം കൂടി ഒന്ന് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പെട്ടെന്ന് തയ്യാറാക്കാം, സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. മാങ്ങയ്ക്ക് നല്ല പുളിയായതുകൊണ്ട് ഞാൻ വേറെ പുളിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ മാങ്ങയുടെ പുളിയിലാണ് ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. നമുക്കിത് പാകത്തിന് വെള്ളമൊഴിച്ച് ഒന്ന് വേവാനായിട്ട് വെക്കാം. തേങ്ങാരപ്പൊക്കെ ചേർക്കണതുകൊണ്ട് തന്നെ അധികം വെള്ളം വേണ്ട കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കണം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. വീണ്ടും അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവുന്ന വരെ നമുക്കവിടെ ഇരിക്കട്ടെ. ഈ സമയം നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു വെളുത്തുള്ളി അല്ലിയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ഉള്ളിയൊക്കെ ലാസ്റ്റ് ചതച്ചെടുത്താലും മതി. ഞാൻ ഒരുമിച്ച് അരച്ച് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ വേവിക്കാനായിട്ട് വെച്ച മാങ്ങയും തക്കാളിയും എല്ലാം നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തു കേട്ടോ. പുളിയൊക്കെ നല്ലപോലെ ഉണ്ട്. ഉപ്പ് കുറവുണ്ടായിരുന്നു, ഒരല്പം കൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. ഒന്നും കൂടി വെള്ളം വറ്റാനായിട്ട് വെച്ചതാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് മിക്സിയുടെ ജാറിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഗ്രേവിയൊക്കെ ആക്കിയതിന് ശേഷം ഒന്ന് തിളയ്ക്കട്ടെ. മിക്സിയുടെ ജാറിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ചേർത്തു. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് തിളച്ച് വരട്ടെ. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉടച്ചിട്ടൊന്നുമില്ല, കയ്യിലിട്ട് ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് വറുത്തിടണം. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരല്പം ഉലുവ ഇട്ടു. ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്തു. മാങ്ങയിട്ട മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.